എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്തത്. നമ്മുടെ ചൊറിയാതെ വയ്യ എന്ന പരിപാടിയാണ് ആരംഭിക്കുന്നത്. എന്തായാലും ലൈവ് സ്ട്രീം ചെയ്യാൻ ബൈജു ഇല്ല, എന്തോ ഒരു അത്യാവശ്യത്തിന് കോയമ്പത്തൂര് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ഈ പരിപാടി നിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, കൂടുതൽ പ്രേക്ഷകർ ഇത് ആവശ്യപ്പെട്ടതായതുകൊണ്ടും എന്തായിരുന്നാലും തുടരാൻ തന്നെയാണ് തീരുമാനം. മദ്രസകൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും ഫണ്ടുകൾ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ ഇല്ലേ? മദ്രസകളിൽ നടക്കുന്ന ഒരുപാട് ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ച് നിരന്തരം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. മദ്രസകളിലൂടെ ചെറിയ കുട്ടികളുടെ മനസ്സുകളിലേക്ക് തീവ്രവാദ ചിന്താഗതിയും ഭീകര ആശയങ്ങളും നിറച്ചു കൊടുത്ത് അവരെ പൊട്ടാൻ പാകത്തിന് ഒരു സ്ഫോടക വസ്തുവായി മദ്രസകളിൽ നിന്നും ഇറക്കി വിടുമ്പോൾ സമൂഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അവർ മദ്രസ എന്ന ആലയങ്ങളിൽ എന്തു പഠിക്കുന്നു? ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ യോഗ്യതകൾ എന്താണ്? ഇവരവിടെ പഠിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇല്ലേ? ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ പുസ്തകക്കെട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഇവരെ ഇതൊക്കെ പഠിപ്പിച്ചു വിടുന്നത്? മദ്രസകളിൽ നിന്നും പുറത്തു വരുന്ന മക്കളാണോ ഒരു വലിയ സ്ഫോടക വസ്തുക്കളായി പൊട്ടിത്തെറിക്കുന്നതെല്ലാം? അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു പത്രക്കട്ടിങ് വായിച്ചു തരാം. അതായത് കുറച്ചു നാള് മുമ്പ് വന്നതാണ്. ചാവേറുകളെല്ലാം മദ്രസകളിൽ പഠിച്ചവർ. ഇത് പറഞ്ഞത് പാകിസ്ഥാൻ മന്ത്രിയാണ്, നമ്മളാരുമല്ല. നമ്മളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കെതിരെ വലിയ കേസും പുകിലും ഒക്കെ വരുമായിരുന്നു. അപ്പോ മദ്രസകളിൽ പഠിച്ച ആളുകളൊക്കെ ചാവേറുകളായി മാറുന്നു. അതായത് ചാവേർ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട പൊട്ടിത്തെറിച്ച എല്ലാവരും മദ്രസകളിൽ പഠിച്ചവരായിരുന്നു എന്നാണ് പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞത്. നമുക്ക് ആ വാർത്ത ഒന്ന് നോക്കാം. ഞാന് എൻ്റെ ഫേസ്ബുക്കിലിടാം, അതുപോലെ യൂട്യൂബില് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം ഈ വാർത്ത. അപ്പോൾ ഞാൻ വായിക്കുന്നത് കള്ളമാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ആ വാർത്ത. മദ്രസകളിൽ പഠിച്ചവരെല്ലാം ചാവേറുകളല്ലെങ്കിലും ചാവേറുകളെല്ലാം മദ്രസകളിൽ പഠിച്ചവരാണ് എന്ന് പാക് ശാസ്ത്ര സാങ്കേതിക വിദ്യാമന്ത്രി ആളല്ല പറഞ്ഞത്, മന്ത്രി ഫവാദ് ഹുസൈൻ ആണ് പറഞ്ഞത്. മദ്രസകളിൽ പഠിച്ചവരാണ് ചാവേർ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നത് കൈപ്പുള്ള സത്യമാണ്. ട്വിറ്ററിൽ ഫവാദ് കുറിച്ച യാഥാർത്ഥ്യമാണിത്. ഫവാദിന്റെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ ഒഴുകുകയാണ്. ഇന്ത്യക്കാർ വൻതോതിലാണ് ഫവാദിന്റെ പ്രസ്താവനയെ അംഗീകരിച്ചത്. ഒരിക്കലെങ്കിലും പാകിസ്ഥാൻ മന്ത്രി സത്യം തുറന്നു പറഞ്ഞു എന്നായിരുന്നു ചിലരുടെ കമന്റുകൾ. വാർത്തയാണ്. ഫവാദ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യത്തെ പരിഹസിച്ചിരുന്നു. ഇത് പാകിസ്ഥാനിൽ പോലും എതിർപ്പുളവാക്കി. ഇക്കാര്യത്തിൽ ഫവാദ് സ്വീകരിച്ച നിലപാട് വെറും ശൈശവ ചാപല്യമാണെന്ന് വരെ പാകിസ്ഥാനികൾ പ്രതികരിച്ചു. ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ പാക് പര്യടനത്തിനു മുമ്പ് ഫവാദ് നടത്തിയ പ്രസ്താവനയും വിവാദമായിരുന്നു. പരമ്പരയിൽ നിന്ന് സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി നിരവധി പ്രമുഖ ശ്രീലങ്കൻ താരങ്ങൾ പിന്മാറിയിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എന്നാണ് ഫവാദ് പ്രസംഗിച്ചത്. ഇതും വലിയ വിവാദമായി. പാകിസ്ഥാനിൽ പോയാൽ ഇന്ത്യയിലെ IPL ടീമുകളിൽ നിന്ന് പുറത്താക്കുമെന്ന് ഇന്ത്യ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. ഇന്ത്യ ഇത് ശക്തമായി നിഷേധിച്ചു എന്ന് മാത്രമല്ല, പാക് മന്ത്രിയുടെ പ്രതികരണത്തിൽ സത്യത്തിന്റെ കണിക പോലും ഇല്ല എന്ന് ശ്രീലങ്കയും തിരിച്ചടിച്ചിരുന്നു. 2009 ഉണ്ടായ സുരക്ഷാ പ്രശ്നങ്ങളുടെ വെളിച്ചത്തിലാണ് പലരും പിന്മാറിയത്. ലങ്കൻ സ്പോർട്സ് മന്ത്രി ഹരീൻ ഫെർണാണ്ടോ വ്യക്തമാക്കി. അപ്പോ
എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. പക്ഷേ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. ഈ തീവ്രവാദ സംഘടനകളെ നോക്ക്. ജയ്ഷെ മുഹമ്മദ്, മുഹമ്മദിന്റെ സൈന്യം, അൽ ഖ്വയ്ദ, താലിബാൻ, ഹമാസ്, ലഷ്കർ ഇ ത്വയ്ബ, പിന്നെ നദ്വത്തുൽ മുജാഹിദീൻ, എന്തെല്ലാം പേരുകളിലാണ് ഈ സംഘടനകൾ എന്ന് നോക്കുക. അപ്പോൾ മദ്രസകൾക്ക് പ്രധാനമായും ഫണ്ട് നൽകുന്നുണ്ടോ ഇല്ലേ, മറ്റ് സംസ്ഥാനങ്ങളുടെ ആവശ്യമൊക്കെ പോട്ടെ, അവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് ചർച്ചയ്ക്ക് എടുക്കണ്ട. ഈ കൊച്ചു കേരളക്കരയിൽ മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും മതരഹിതന്റെ ഇതര മതവിശ്വാസികളുടെ ഒക്കെ നികുതി പണം എടുത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തെ പഠിപ്പിക്കുന്നതിനു വേണ്ടി നൽകുന്നുണ്ടോ ഇല്ലേ? ഇന്ന് മാർച്ച് 8 വനിതാ ദിനമാണ്. എൻ്റെ വീട്ടിൽ മനോരമ പത്രമാണ്. ഒരു കണിക പോലും ഇല്ല വനിതാ ദിനത്തെ സംബന്ധിച്ച്. എന്നാൽ മദ്രസകളിൽ നിന്ന് ഉസ്താദുമാർ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മദ്രസകൾ. അവിടെ വനിതാ ദിനത്തില് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് സമർപ്പിക്കാനുണ്ട്. മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്ന ആളുകളുടെ യോഗ്യതകൾ എന്താണ് എന്നൊക്കെ നമ്മൾ മിനിമം ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. വനിതാ ദിനമായതുകൊണ്ട്, ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് എനിക്ക് സുലഭമായി സമയം കിട്ടും. എനിക്ക് ആ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും പറ്റും. ഞാൻ അതിനു മുമ്പ് മറ്റേ വാർത്ത നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ, കാണിച്ചു. എന്താണ് വാർത്ത? സെൽഫി ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്നില്ല. എന്തായിരുന്നാലും ഈ ഫവാദ് ഹുസൈൻ ആണ് ട്വിറ്ററിൽ കുറിച്ചത്. തീവ്രവാദികളൊക്കെ മദ്രസകളിൽ പഠിച്ചവരാണെന്ന് കേട്ടാ. ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതല്ല. എന്തായിരുന്നാലും EP അബൂബക്കർ കാസിമിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വിവാദമായ ഒരു പ്രസംഗത്തിന്റെ ചെറിയ ഒരു ഭാഗം ഈ വനിതാ ദിനത്തിൽ അത് നിങ്ങളെ കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകും. കേൾക്കാം. പ്രായപൂർത്തിയാകാത്ത മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം കുട്ടികളുടെ ചെവി ഒന്ന് പൊത്തിക്കോ, അതല്ലെങ്കിൽ ഒന്ന് മാറിയിരുന്നു ഒറ്റയ്ക്കിരുന്ന് കേൾക്കുക കേട്ടോ. കാരണം ഇതൊക്കെ മക്കളെ കേൾപ്പിക്കാൻ പറ്റുമോ? ശരി, കേൾക്കുക. പ്രസവ വേദനയെടുത്ത് വഹിയ അല ഖതബ്, ഖതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 കഴിഞ്ഞ് 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. എന്റെ പൊന്നാര ചങ്ങായിമാരെ, നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സ് നോക്കിയാൽ മതി. ഇയാളെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അംഗീകരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആളെ ഇവർ രക്ഷപ്പെടുത്തും. ഇത് വിമർശിച്ച എന്നെ ഇവർ പ്രതിയാക്കും. കാരണം എന്താ? ഇവർക്കും അറിയാം ഞമ്മന്റെ കിതാബുകളിലുള്ള വസ്തുതകളാണ് ഉസ്താദ് പറഞ്ഞത്. ഇല്ലാത്തതായിട്ടൊന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ല. നമ്മുടെ പുസ്തകത്തിൽ തൊട്ടങ്ങനെ കളിക്കണ്ട. ഈ വനിതാ ദിനത്തിലെങ്കിലും ഈ ഒരു പ്രഭാഷണം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം? സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന മഹനീയമായ സ്ഥാനമാണിത്. ഇത് കാണാതെ പോകരുത്. അതായത് പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവ പലകയിൽ നിൽക്കുവാണ്, പ്രസവം പ്രതീക്ഷിച്ച്. 2 ഉയിരുമായി നിന്നാലും ഇവർക്കൊരു ഡാഷുമില്ല. ഇവരുടെ കാമ പൂർത്തീകരണത്തിനുള്ള വെറും ഒരു ഭോഗവസ്തു മാത്രമാണ് പെണ്ണ് എന്ന് ഇവര് പഠിപ്പിക്കുക, ഇവര് പറയുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിനെ വിമർശിക്കാൻ, ഇതിനെ എതിർക്കാൻ എത്ര വിശ്വാസികൾ തയ്യാറായി വരും? ഇനി ഇത് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും, ഇത് പ്രവാചകൻ പഠിപ്പിച്ചതാണെങ്കിലും ശരി, ഇത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്നൊന്ന് പറയാമോ? നമ്മുടെ ദേവദാസി ഒരാവേശത്തിന് പറഞ്ഞു, തട്ടമിട്ടൊരു നാറി
പറഞ്ഞത് കേട്ടോന്ന്. പിന്നീട് പുലിയാർ കാസിമി വന്ന് ദേവദാസിയെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചപ്പോൾ നമ്മുടെ മുസ്ലിം യുവാക്കളൊക്കെ ദേവദാസിയുടെ ചാനൽ അങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്തു. പിന്നീട് അവര് സബ്സ്ക്രിപ്ഷനൊക്കെ ഹൈഡ് ചെയ്തൊക്കെ വെച്ചിരുന്നു. അതായത് പറഞ്ഞു പോയി, പറയാൻ പാടില്ല. അത്തരം അപ്രിയ സത്യങ്ങളൊന്നും പറയരുത്. മനസ്സിലായി? അതായത് ഇല്ലാ ഗോഡ് എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാ ഗോഡ് എന്നായിരിക്കും കേട്ടാ, LLAH ആണ്. അപ്പോ അവര് പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ആണേ, മാനം പോയാലും ഈമാൻ പോകരുത് എന്നതാണ് ഉസ്താദിന്റെ ഒരു ലൈൻ. അതെ, അതായത് 2 ജീവനുമായി ഒരു പെണ്ണ് നിന്ന് പിടയുമ്പോഴും ഭർത്താവിന് ലിംഗം ഉദ്ധരിച്ച് നിന്നാൽ ആ സ്ത്രീ വഴങ്ങിക്കൊടുക്കണം. ഹിന്ദു മതമാണെന്ന് നോക്കിക്കേ. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ മാനവരിൽ മനോഹരനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. നമ്മളോട് പറയരുത്. ഇത്തരക്കാർ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് പറയുക. ഇനി മദ്രസകളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ട് നമ്മുടെ പൊതു ഖജനാവിൽ നിന്നും കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് പൊതുവിൽ പറയുന്നതെങ്കിലും കൊടുക്കുന്നുണ്ട് എന്നത് പകൽ പോലെ സത്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണത്. പക്ഷേ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അതൊന്ന് കേൾക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ചില വർഗീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ ഭാഗമായി എന്തോ അനർഹമായ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മുസ്ലിം വിഭാഗം എന്നൊരു ചിത്രം വരച്ചു കാട്ടാൻ ചിലർ ശ്രമിച്ചു എന്നത് തീർച്ചയായും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹം ഒരു മതനിരപേക്ഷ സമൂഹം എന്ന നിലക്ക് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന നിലപാടുകളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരേണ്ടത്. മദ്രസ ക്ഷേമനിധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അദ്ദേഹം പറയുന്നത്. അതാണെങ്കിൽ അതിന് പരിഹാരം കാണാൻ നമുക്ക് നോക്കായിരുന്നു. അങ്ങനെ ഒരു പ്രയാസം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അത് പറയാത്തത്. എന്നാൽ അദ്ദേഹം ഇതിന്റെ നേരെ സർക്കാരിനെ നിന്ന് കുറ്റപ്പെടുത്താനാകുമെന്നാണ് നോക്കുന്നത്. സർ, അത് അത്ര എളുപ്പത്തിൽ പോകുന്നൊരു കാര്യമല്ല. കാരണം ഞാൻ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുമ്പോൾ തന്നെ പറഞ്ഞു, 2009 മുതൽ 2021 വരെ ഓഫീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾക്കായി 4,01,99,412 രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോ എൻ്റെ കയ്യിൽ അതിൻ്റെ ഓരോ വർഷത്തെയും ഇനംതിരിച്ചുള്ള കണക്കില്ല. പക്ഷേ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മദ്രസാധ്യാപക ക്ഷേമനിധിക്കും ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടില്ല എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച തരത്തിൽ ഈ അധ്യാപക ക്ഷേമനിധിയുടെ പ്രവർത്തനത്തിനായി നേരത്തെ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനത്തിനിടയ്ക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴാണ് മറ്റു കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ നടന്നു വരികയാണ്. അദ്ദേഹം പറയുന്നത് മദ്രസകൾക്കു വേണ്ടി നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് ഒന്നും കൊടുക്കുന്നില്ല എന്നാണ്. ശരി, അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു സദസ്സില് നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കുക. ശരിക്കും പറഞ്ഞാൽ 1 കിലോ വെളുത്തുള്ളി വാങ്ങിക്കാനെന്ന പൈസ പോലും ഒരു മാസം അധ്വാനിച്ചാൽ കിട്ടാത്ത മുസ്ലിയാർക്ക് ഇവിടെ ഗവൺമെന്റ് നിർദ്ദേശിച്ച പെൻഷനിലും ക്ഷേമനിധിയിലും അംഗമാകുന്നതോടുകൂടെ 5200 രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുമെന്നുള്ള വാഗ്ദാനം കേരളത്തിലെ എല്ലാ മുസ്ലിം പദപണ്ഡിതന്മാരും അതിനെ ഏകസ്വരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അതിന് ഗവൺമെന്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. മുസ്ലിയാരുടെ ആകെ ശമ്പളം മാസം 1500 രൂപയാണ്, അല്ലെങ്കിൽ 800 രൂപ 700 രൂപയൊക്കെയാണ്. 1500 രൂപ ശമ്പളം വാങ്ങിക്കുന്ന മുസ്ലിയാർക്ക് പ്രതിമാസം 5200 രൂപ പെൻഷൻ കൊടുക്കാൻ അത് യാഥാർത്ഥ്യമാവില്ല എന്നായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ച പ്രചരണം. പിന്നെ
അത് യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടപ്പോൾ അതിനെ തടയിടാൻ പലിശയുടെ പ്രശ്നം മുന്നോട്ടിട്ടു. വാസ്തവത്തിൽ അത് ന്യായീകരിക്കാനല്ല ഞാൻ. എന്നാൽ ഇവിടെ ധാരാളം അറബിക് അധ്യാപകന്മാര് മതപണ്ഡിതന്മാരുടെ കാറ്റഗറിയിൽ വരുന്നവരവര് അവര് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. ആ പെൻഷൻ എവിടുന്നാ കൊടുക്കുന്നത്? ഏത് ഭാഗത്തുനിന്നാണ് വാങ്ങിക്കുന്നത്? അതോടെ മറച്ചു വെക്കുകയും പലിശയുടെ കാരണം പറഞ്ഞ് ഇതിനെ മുടക്കിടാമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ഇളമരങ്കരി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ മതപണ്ഡിതന്മാരെ വിളിച്ചു ചേർത്തു ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ. ഞാനടക്കയിൽ പങ്കെടുത്തു. സത്യത്തിൽ അപ്പോഴാണ് ഗവൺമെന്റിന്റെ നിസ്സഹായാവസ്ഥ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഞങ്ങൾ ആ യോഗത്തിൽ വെച്ച് ഗവൺമെന്റിനെ 26 മുസ്ലിം സംഘടനകളും ഏകകണ്ഠമായി സപ്പോർട്ട് ചെയ്തു. പലിശയില്ലാത്ത ഒരു ഭാഗത്തിലൂടെ ഈ സർക്കാർ ഈ കടമ നിർവഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ തക്ബീർ ചൊല്ലിയാണ് കോഴിക്കോട്ടെ യോഗം സ്വാഗതം ചെയ്തത്. അതോടുകൂടെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബോധം കെട്ട് നിലത്ത് വീണു. നിലകെട്ട് അങ്ങനെയാണല്ലോ. കാരണം ഒരു മുസ്ലിയാരൊക്കെ പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അരിവാൾ ചുറ്റികൾക്കല്ലാതെ ഓട്ടിയോ? അത് സഹിക്കൂല. ശ്രീ കരീം അവർകളെ ബഹുമാനപ്പെട്ട മന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറയാം. പക്ഷെ എങ്ങനെ പറയാതിരിക്കുക ഇത്? എങ്ങനെ പറയാതിരിക്കും സുഹൃത്തെ? ഇത് കാര്യത്തിന്റെ ഗൗരവമാണ്. ആദ്യം പറഞ്ഞപ്പോ മനുഷ്യർ പറഞ്ഞു, രണ്ടാമത് മുസ്ലിയാക്കന്മാരോടൊക്കെ പറഞ്ഞു അടുത്തു പോകരുത്, മാർക്സിസ്റ്റ് ദേവി തന്നെ പെൻഷനാണ് പറഞ്ഞു. ഇപ്പൊ എന്നൊക്കെ വിളിക്കുന്നത് സഖാവ് മുള്ളൂർക്ക മുഹമ്മദ് അലി സഖാവ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ആദ്യം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ. പിന്നീട് ആ സഖാവിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ നിങ്ങൾ 1000 വട്ടം സഖാവ് എന്ന് വിളിക്കണമെന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാ മുസ്ലിയാക്കന്മാരെയും സഖാവ് എന്നൊന്ന് വിളിക്കട്ടെ. ഞാനൊരു നല്ല കാര്യം ഇവിടെ വരട്ടെ. ശരിക്കും ഞാനൊരു കാര്യം നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാൻ, മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം പുരോഗതിയുടെയും അടിസ്ഥാനപരമായ ഘടകം നിർവഹിച്ചത് CPIM ആണ്, ഇടതുപക്ഷ ഗവൺമെന്റാണ്. നേരത്തെ സഖാവ് പിണറായി സഖാവ് പറഞ്ഞ പോലെ മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, അങ്ങനെ പലതും. പോട്ടെ, നമ്മുടെ ഹജ്ജ് ഹൗസ് ഒന്ന് നോക്കുക. 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യയിൽ തുല്യതയില്ലാത്തൊരു ഹജ്ജ് ഹൗസ് ശ്രീ പാലോളിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ പറഞ്ഞപ്പോ മുസ്ലിം ലീഗിന്റെ ഈ ആമത് എന്തേ ചെയ്ത് 10,000 സീറ്റ് മറിച്ചു വെച്ച് പോക്കറ്റിൽ ആവശ്യമാക്കി. പക്ഷേ സത്യത്തിൽ അതായത് പൊതു ഖജനാവിൽ നിന്ന് മദ്രസകൾക്കു വേണ്ടി ഒന്നും ചെലവാക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഇതിന് മറുപടി പറയണം. നമ്മൾ വെറുതെ പറയുന്നതല്ല. ഒരു കാര്യവും ആവശ്യമില്ലാതെ നമ്മൾ ഇല്ലാ കഥകൾ പറഞ്ഞ് ആരോപിച്ചാല് അതിൽ കുറഞ്ഞ ആയുസേ ഉണ്ടാകൂ. നമുക്ക് ഒരുപാട് കാലം അത്തരം നുണകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാനും പറ്റില്ല. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ ഈ വാക്കുകൾ നമ്മളൊന്ന് മനസ്സിൽ കരുതി വെച്ചോ. ഒന്ന്, അതായത് CPIM ആണ് ഏറ്റവും CPIM അങ്ങനെ കണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് സേവനം ചെയ്തത് എന്ന് പറയുമ്പോൾ അതിനെ തിരുത്തി മുന്നോട്ട് വരികയാണ് നമ്മുടെ ഫസൽ ഗഫൂർ അവർകൾ. അതായത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന നയം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ചെയ്ത മുസ്ലിങ്ങളോടുള്ള സേവനം വെച്ച് നോക്കിയാൽ മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തുലവും തുച്ഛമാണെന്ന്. അതായത് ഇത്രയും കാലവും ഇസ്ലാം മത പ്രീണനം മുന്നിൽ നിർത്തി ഈ ഇസ്ലാം മത തീവ്രവാദ ആശയങ്ങൾ വളർത്തുന്നതിനു വേണ്ടി ഇടതനും വലതനും കോരിയ വെള്ളം കുറച്ചല്ല. ഇത്രയും നാളും ഇവര് കഷ്ടപ്പെട്ടത് കുറച്ചല്ല. ഫസൽ ഗഫൂറിന്റെ ആ ഒരു പ്രസംഗം കൂടി ഒന്ന് കേൾക്കാം. നമ്മൾ ഇന്നലെ കേട്ടതാണ്. എന്നാലും നമുക്ക് ജവഹർലാൽ നെഹ്റു തൊട്ട് എടുക്കാം. ഞാൻ കറക്റ്റ് സമയം നോക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു ഉറുദു 15 ഭാഷകളുള്ളതിൽ ഒരു ഭാഷ